ഈ നൂറ്റാണ്ടിലെങ്ങും സാധ്യമാകില്ലെന്ന് ലോകം വിധിയെഴുതിയ ഇസ്രയേൽ ഹമാസ് സംഘർഷ മേഖലയിൽ ഞായറാഴ്ച മുതൽ സമാധാനം പുലർന്നിരിക്കുകയാണെന്നാണ് വിവരം. 15 മാസത്തിലധികം നീണ്ട കൂട്ടക്കുരുതിക്കും കണ്ണീരിനുമൊടുവിൽ പ്രതീക്ഷയുടെ പുതിയ സൂര്യനുദിച്ചപ്പോൾ ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. സമ്മർദ്ദം ഏറെയുണ്ടായിട്ടും ഇത്ര നാളും വഴങ്ങാതിരുന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാടിൽ സംശയം ഉയരുമ്പോഴും ലോക സാമ്പത്തിക മേഖലയെ സ്വാധീനിക്കുന്ന ഒരു മേഖല ഇപ്പോഴും ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. ഒരു വശത്ത് ഇസ്രയേലും മറുവശത്ത് കൂടുതൽ ശക്തരായി യമൻ സായുധ സംഘമായ ഹൂതികളും നിൽക്കുമ്പോൾ ചെങ്കടൽ എന്ന വ്യാപാര പാതയുടെ ഭാവിയാണ് ചോദ്യചിഹ്നമാകുന്നത്. അതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ചെങ്കടൽ പാതയിലേക്കുള്ള തിരിച്ചുവരവിന് ചരക്ക് കപ്പലുകൾ പിന്തിരിഞ്ഞു നിൽക്കുന്നതാണ്. ഗാസ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ചെങ്കടൽ വഴി ചരക്ക് കൊണ്ടുപോകാൻ മിക്ക വൻകിട കമ്പനികളും ഇപ്പോഴും ഒരുക്കമല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ചെങ്കടലിനെ ഇപ്പോഴും സംശയത്തോടെയാണ് ലോജിസ്റ്റിക് കമ്പനികൾ വീക്ഷിക്കുന്നത്. 2023 നവംബറിൽ ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും കപ്പലുകൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കുകയും ഷിപ്പിംഗ് ചെലവുകൾ ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്തതോടെയാണ് ചെങ്കടൽ പാത ഷിപ്പിംഗ് കമ്പനികളുടെ പേടിസ്വപ്നമായി മാറിയത്. അപകട സാധ്യതകൾ ഒഴിവാക്കാൻ ഷിപ്പിംഗ് കമ്പനികൾ അവരുടെ യാത്രകൾക്ക് സമയവും ഇന്ധനവും ചെലവും കൂടുതലാക്കുമെന്നറിഞ്ഞിട്ടും കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിന് ചുറ്റുമുള്ള ദൂരം കൂടിയതാണെങ്കിൽ കൂടി സുരക്ഷിതമായ റൂട്ടുകൾ തിരഞ്ഞെടുത്തു. ചരക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഏറ്റവും സുഗമമായ പാതയാണ് നിലവിൽ ഭീഷണികൾ ഭയന്ന് നിശബ്ദമായി കിടക്കുന്നത്. സഞ്ചാരപാത മാറ്റിയത് കപ്പലുകൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ് നൽകിയത്. കപ്പലുകളുടെ ഇന്ധന ചെലവ് 30% വർദ്ധിച്ചു. തുടർന്ന് ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്നതിനും കാരണമായി. ഏഷ്യൻ ഉൽപാദന കേന്ദ്രത്തിനും യൂറോപ്പിനും ഇടയ്ക്കുള്ള യാത്രാസമയം 20 ദിവസം വരെ വർദ്ധിച്ചു. ദൈർഘ്യമേറിയ റൂട്ടുകൾ വർദ്ധിച്ച ഇന്ധന ഉപഭോഗം കാരണം ഉയർന്ന കാർബൺ ഡയോക്സൈഡ് പോലുള്ള വാതകങ്ങളുടെ ബഹിർഗമന തോത് ഉയർത്തി. പ്രതിസന്ധി ആഗോള വ്യാപാരത്തെയും ബാധിച്ചു. 2023 നവംബർ മുതൽ കപ്പലുകൾക്ക് നേരെ നിരവധി ആക്രമണങ്ങളാണ് ഉണ്ടായത്. ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിനിടയിൽ ഗാസയിലെ പലസ്തീനികളോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായിരുന്നു കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ. വ്യാപാര കപ്പലുകൾ, നാവിക കപ്പലുകൾ, എണ്ണ ടാങ്കറുകൾ എന്നിവയുൾപ്പെടെ വിവിധ കപ്പലുകളെ ലക്ഷ്യമിട്ടാണ് ഹൂതികൾ ആക്രമണം നടത്തിയത്. ഇവ ആഗോള വ്യാപാരത്തിൽ കാര്യമായ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. അപകട സാധ്യതയുള്ള ചെങ്കടൽ പാത ഒഴിവാക്കാൻ പല ഷിപ്പിംഗ് കമ്പനികളും കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിന് ചുറ്റും തങ്ങളുടെ കപ്പലുകൾ വഴിതിരിച്ചുവിടാൻ തീരുമാനിച്ചു. ഈ ആക്രമണങ്ങൾക്ക് മറുപടിയായി ചെങ്കടലിലെ വാണിജ്യ കപ്പൽ ഗതാഗതം സംരക്ഷിക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യം രൂപീകരിച്ചു. ബ്രിട്ടൻ, ഫ്രാൻസ്, ഇന്ത്യ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള പങ്കാളിത്തം ഈ സഖ്യത്തിൽ ഉൾപ്പെടുന്നു. യൂറോപ്യൻ യൂണിയൻ മേഖലയിലെ മർച്ചന്റ് ഷിപ്പിംഗ് സംരക്ഷിക്കുന്നതിനായി ഓപ്പറേഷൻ ആസ്പൈഡ്സ് എന്ന നാവിക ദൗത്യവും ആരംഭിച്ചു. പുതിയ തീരുമാനത്തിലൂടെ കപ്പലുകൾക്ക് സുരക്ഷിതമായി ചരക്ക് കൊണ്ടുപോകാൻ കഴിയുമെങ്കിലും ചെങ്കടൽ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള ഷിപ്പിംഗ് വ്യവസായത്തിന്റെ വിമുഖത ഹൂതി ആക്രമണങ്ങളെക്കുറിച്ച് നിലനിൽക്കുന്ന ഭയത്തിന്റെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ വിഷയത്തിൽ ലോജിസ്റ്റിക് കമ്പനികൾ ഇപ്പോഴും ആശങ്കയിലുമാണ്. യൂറോപ്യൻ യൂണിയന്റെ നാവികസേന ചെങ്കടൽ മേഖലയിൽ ഉയർന്ന ഭീഷണി സാധ്യതകൾ വിലയിരുത്തുന്നത് അവരുടെ ആശങ്കകൾ ശക്തിപ്പെടുത്തുന്നുണ്ട്. സുരക്ഷാ സാഹചര്യം മെച്ചപ്പെടുകയും ഹൂതികളുടെ ഭീഷണി ഇല്ലാതാകുകയും ചെയ്യുന്നതുവരെ സമയവും ഇന്ധനവും ചെലവായാലും ഷിപ്പിംഗ് കമ്പനികൾ അവരുടെ യാത്രകൾക്ക് കപ്പലുകൾ വഴി തിരിച്ചുവിടുന്നത് തുടരാനാണ് സാധ്യത. ചെങ്കടലിനെ ഏദൻ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്ന നിർണായക ജലപാതയായ ബാബ് അൽ മദ്ദാബ് കടലിടുക്ക് ഹൂതികളുടെ ഭീഷണിയെ തുടർന്ന് കപ്പൽ ഗതാഗതത്തിന് ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശമായി തുടരുകയാണ്. ഷിപ്പിംഗ് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവുകൾ ഈ കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്നതിന്റെ അപകട സാധ്യതകൾ വളരെ ഉയർന്നതാണെന്നാണ് കണക്കാക്കുന്നത്. ഇത് ആഗോള വ്യാപാരത്തിന് ഒരു പ്രധാന വെല്ലുവിളിയാണ്. ബാബ് അൽ മദ്ദാബ് കടലിടുക്ക് ആഗോള വ്യാപാരത്തിന്റെ നിർണായക കേന്ദ്രമാണ്. ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണയും മറ്റ് അവശ്യ വസ്തുക്കളുമാണ് പ്രതിദിനം ഇതുവഴി കടന്നുപോകുന്നത്. ഈ മേഖലയിലെ ഷിപ്പിംഗ് തടസ്സപ്പെടുത്തുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. സുരക്ഷാ സാഹചര്യം മെച്ചപ്പെടുന്നതുവരെ ബാബ് അൽ മദ്ദാബ് കടലിടുക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഷിപ്പിംഗ് കമ്പനികളും ഇൻഷുറർമാരും അതീവ ജാഗ്രത തുടരണം. ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്കുള്ള വർദ്ധിച്ചുവരുന്ന യുദ്ധ അപകട ഇൻഷുറൻസ് പ്രീമിയങ്ങൾ ഷിപ്പിംഗ് കമ്പനികൾക്ക് കാര്യമായ സാമ്പത്തിക ഭാരം ഉണ്ടാക്കുന്നുണ്ട്. ഹൂതികളുടെ ആക്രമണ സാധ്യത വർദ്ധിച്ചതിനാൽ ഈ പ്രീമിയങ്ങൾ കുതിച്ചുയർന്നു. അപകട സാധ്യത വർദ്ധിക്കുന്നതിനനുസരിച്ചാണ് ഇൻഷുറൻസ് പ്രീമിയവും വർദ്ധിക്കുന്നത്. ചരക്ക് കടത്തിന് ചെങ്കടൽ ഇപ്പോഴും തിരഞ്ഞെടുക്കുന്ന കപ്പലുകൾക്ക് ഉയർന്ന പ്രീമിയം ഈടാക്കിക്കൊണ്ട് ഇൻഷുറർമാർ തങ്ങളുടെ നഷ്ടം കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു കപ്പലിന്റെ ആകെ മൂല്യത്തിന്റെ 0.6 മുതൽ 2% വരെയാണ് ഇൻഷുറൻസ് പ്രീമിയം. പ്രത്യേകിച്ച് ഇസ്രയേലുമായോ അമേരിക്കയുമായോ ബന്ധപ്പെട്ട് കിടക്കുന്ന കപ്പലുകൾക്ക്. പല കമ്പനികളും അവരുടെ റൂട്ടുകളും റിസ്ക് മാനേജ്മെന്റ് തന്ത്രങ്ങളും പുനർമൂല്യനിർണ്ണയം നടത്തി.
ഷിപ്പിംഗ് വ്യവസായത്തിലുടനീളം ഇത് ഒരു തരംഗ പ്രഭാവം സൃഷ്ടിച്ചു. ചെങ്കടൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട വർദ്ധിച്ച ചെലവുകളും അപകട സാധ്യതകളും മേഖലയിലെ സുരക്ഷാ സാഹചര്യം മെച്ചപ്പെടുന്നതുവരെ ഷിപ്പിംഗിനെ പ്രതിസന്ധിയിലാക്കും. കാർഗോ ഇൻഷുറൻസ് വെല്ലുവിളികളും സമയപരിമിതികളും മേഖലയിലെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിന് കാര്യമായ വെല്ലുവിളി ഉയർത്തുന്നതിനാൽ ഉടനെയൊന്നും ചെങ്കടലിലേക്ക് തിരികെ വരൽ സാധ്യമല്ല എന്നാണ് ലോജിസ്റ്റിക്സ് കമ്പനികൾ നിരീക്ഷിക്കുന്നത്.